നമ്മുടെ ഏലൂര് നമ്മൾ കഴിഞ്ഞ ആഴ്ച 31 ദിവസം എടുത്തുണ്ടായി അമ്പലത്തിനടുത്ത്. അത് ഞായറാഴ്ച രാത്രി തന്നെയായിരുന്നു. മുതുകാട് അമ്പലത്തിനാണ് ഇത്. അവിടെ തന്നെ ഏലൂര് 30 ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ സൈഡിൽ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇതേപോലെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പാമ്പുകളൊന്നും കയറും. അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഈ പാമ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇത് റെസ്ക്യൂ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറകോട്ട് നീങ്ങാം. മാറ്റണോ? ആ കമ്പി മാറ്റാം. ഇല്ല, കുഴപ്പമില്ല. മൂർഖനാണല്ലേ? ഒന്ന് നീങ്ങി നിൽക്കണം. മാറ്റണോ? ഇതുപോലെ നോക്കിക്കോ. എനിക്കൊന്ന് മാറണമെന്ന് വെച്ചാൽ മാറണം. നീങ്ങണ്ടേ? ആ പുറത്തോട്ട് നിൽക്കാം. പുറത്തോട്ട് നോക്കി കേട്ടോ. നോക്കി കേട്ടോ. നോക്കി കേട്ടോ. പുറയില് ഫോട്ടോ നമുക്ക് പിന്നെ ഇതിൽ എടുക്കാം. ആ സാറി കാലെടുത്ത് ഈ കാലെടുത്ത് ഈ സൈഡ് നോക്കട്ടെ. ഇങ്ങോട്ട് വന്നാൽ ഞാൻ എനിക്ക് മാറണം. ഇവിടെ അത് നമുക്ക് എടുക്കാന്ന്. നല്ല സ്പീഡിലെ അത് മൂർഖനാണ്. നല്ല മൂർഖൻ. വിടർത്തി എന്നാലും അങ്ങനെ വിടർത്തിയിട്ടൊന്നും പത്തി വിടർത്തിന്നെ കാണാൻ പറ്റാൻ ചേരില്ലാന്നത് പത്തിയ കണ്ടില്ല. പിന്നെ കണ്ടോട്ടെ. കറക്റ്റായിട്ട് പോയി. തിരിച്ചറിഞ്ഞു. ഓക്കെ റെഡി റെഡി. മെമ്മറി ഫുൾ അല്ലല്ലോ? ഇല്ല കുഴപ്പമില്ല. സീറ്റുണ്ട്. ഏത് മൂർഖനാ? ആകെ ഒറ്റ മൂർഖനാണ് കേരളത്തിൽ. തമിഴ്നാടൊക്കെ കൂടിയിട്ട് ഒറ്റ മൂർഖനാണ്. അതെ, ഇനി പറയാനുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വീടിൻ്റെ ഈ
വീടിൻ്റെ സൈഡിൽ എല്ലാവരും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ വീട്ടിലൊന്നും ആവശ്യമുണ്ടായില്ല. സ്ക്രാപ്പിൽ കൊടുക്കേണ്ട സാധനങ്ങൾ നോക്കി, വണ്ടിയുടെ ടയർ, സൈക്കിൾ ടയർ, പിന്നെ ചാക്കുകൾ, പഴയ ഫാൻ, പഴയ ധവൻ സ്കൂളിൽ പോയപ്പോഴുള്ള കുപ്പിയാണെന്ന് ഇതൊന്നും കളയില്ല ആൾക്കാർ ഇതെല്ലാം ഇവിടെ കൂട്ടിനെ വെക്കും. സ്ക്രാപ്പിൽ കൊടുത്ത് പൈസ വാങ്ങുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇവിടെ കൂട്ടി വെച്ച് കഴിയുമ്പോൾ എലി വരും. എന്താ കാര്യം പാമ്പിടും അങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം വഴി. ഇത് തുടരുത് കേട്ടോ. ഇവിടെ മാളങ്ങളുണ്ടാ, ഇതൊക്കെ എലികളുണ്ടാക്കിയ മാളങ്ങളാണ്. എലീനെ പിടിക്കാൻ വേണ്ടി തേടി വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചവിട്ടരുത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്ത് ഒഴിവാക്കാം. പാമ്പുകൾ ഒളിക്കാനുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കാം. ഇവിടെയൊക്കെ മൊത്തം പാമ്പുള്ള ഇരയുണ്ട്, ഒളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതുണ്ടെങ്കിൽ പാമ്പ് വരും. ഇതൊന്നും ഒളിക്കാൻ സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് എടുത്ത മുറിനെ ചെയ്യും. അവർ ഒളിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പാമ്പുടി അടുത്ത് പറമ്പിലോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് പിടിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.